ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പരിഷ്കരിച്ച POC ബൈബിൾ പ്രസിദ്ധീകരിച്ചു. നീണ്ട 16 വർഷത്തെ പരിഷ്കരണ ജോലികൾക്ക് ശേഷമാണ് ബൈബിൾ പുറത്തിറക്കിയിരിക്കുന്നത്. കേരള സഭയുടെ ആസ്ഥാന കാര്യാലയമായ പാലാരിവട്ടം POCയിൽ വെച്ചായിരുന്നു പരിഷ്കരിച്ച POC ബൈബിളിന്റെ പ്രകാശന കർമ്മം നടന്നത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ, കേരളത്തിന്റെ ബഹുമുഖ പ്രതിഭയും സാംസ്കാരിക നേതാവുമായ പ്രൊഫസർ MK സാനുവിനെ പരിഷ്കരിച്ച POC ബൈബിൾ നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. 2008 മുതലാണ് ബൈബിളിന്റെ പരിഷ്കരണ നടപടികൾ ആരംഭിച്ചത്. 57-കാരനായ ബിഷപ്പ് എലക്ട് പെഡ്രോ ബിസ്മാർക്ക് ചൗ ന്യൂവാർക്ക് അതിരൂപതയുടെ സഹായ ബിഷപ്പായി നിയമിതനായി. ലിയോ 14 പാപ്പയുടെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ രണ്ടാമത്തെ എപ്പിസ്കോപ്പൽ നിയമനമാണിത്. യുണൈറ്റഡ് സ്റ്റേറ്റിലെ ആദ്യത്തെ നിക്കാരോഗൻ വംശജനായ ബിഷപ്പ് കൂടിയാണ് ഇദ്ദേഹം. നിലവിൽ ന്യൂവാർക്ക് അതിരൂപതയിലെ പുരോഹിതനും ന്യൂജേഴ്സിയിലെ ന്യൂവാർക്കിലുള്ള കത്തീഡ്രൽ ബസിലിക്ക ഓഫ് സേക്രഡ് ഹാർട്ടിന്റെ റെക്ടറുമാണ് ചൗ. അമേരിക്കൻ റോഡുകൾക്കരികെ യേശുവിന്റെ തിരുഹൃദയ ചിത്രങ്ങളുമായി ബിൽ ബോർഡുകൾ. യേശുവിന്റെ തിരുഹൃദയത്തിനെ പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസം എത്തിയതോടെയാണ് റോഡുകൾക്കരികെ യേശുവിന്റെ തിരുഹൃദയ ചിത്രങ്ങളുമായി ബിൽ ബോർഡുകൾ സജീവമായത്. US സംസ്ഥാനമായ നെബ്രാസ്കയിലെ ഹൈവേകൾക്കരികെയാണ് ഇത്തരത്തിലുള്ള നിരവധി തിരുഹൃദയ ചിത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കത്തോലിക്ക മാധ്യമമായ EWTNന്റെ റേഡിയോ നെറ്റ്വർക്കിന്റെ അനുബന്ധ സ്ഥാപനമായ സ്പിരിറ്റ് കാത്തലിക് റേഡിയോയാണ് ബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത്. മിശിഹായോടും സഭയോടും വിശ്വസ്തത പുലർത്തുന്നവനാകണം ഓരോ വൈദികനും വൈദികാർത്ഥിയും എന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. സീറോ മലബാർ സഭയുടെ മേജർ സെമിനാരിയായ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെയും അക്കാദമി വിഭാഗമായ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും 2025-26 അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക സഭയുടെയും വളരെ പ്രത്യേകമായി സീറോ മലബാർ സഭയുടെയും ദൈവശാസ്ത്രപരവും ആധ്യാത്മികവും സാംസ്കാരികവുമായ പൈതൃകത്തെക്കുറിച്ച് ഓരോരുത്തരും അറിവുള്ളവരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് ഉണ്ടായിരിക്കുന്നത് വലിയ പുനരുജ്ജീവനമാണെന്ന വെളിപ്പെടുത്തലുമായി സിഡ്നി ആർച്ച് ബിഷപ്പ്. മെയ് 30-ന് സിഡ്നി അതിരൂപത സംഘടിപ്പിച്ച പരിപാടിയുടെ മധ്യേയാണ് ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷർ ഇത് വെളിപ്പെടുത്തിയത്. ആഴത്തിലുള്ള വിശ്വാസം മൂലം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണ് വിശ്വാസ വ്രത വാഗ്ദാനത്തിലൂടെ തിരുസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ എണ്ണത്തിലുള്ള വർധനവ് US-ലുടനീളമുള്ള രൂപതകളിലും UK-യിലും പ്രകടമായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.